കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം എന്ന് പറയുന്നത് നന്നായിട്ട് നടക്കുന്നില്ല. ഉം. മാതാപിതാക്കൾക്കാണെങ്കിൽ വളരെയേറെ തിരക്കാണ്. ഉം. തിരക്കുള്ള ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്. അതെ, അതെ. അപ്പൊ എല്ലാവർക്കും തിരക്കാണ്. ഓരോരുത്തരും ഓരോ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തിരക്കാണ്. ഉം. ആ തിരക്കിൽ പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അനുവർത്തിക്കേണ്ട ജീവിത മൂല്യങ്ങൾ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതെ, അതെ. അപ്പൊ പഴയ കാലത്തൊക്കെ നമുക്കറിയാം നമ്മളുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഒക്കെ ഇതിഹാസ ഗ്രന്ഥങ്ങളുമായിട്ടും നമ്മുടെ പൂർവ്വ സംസ്കൃതിയായിട്ടോ അല്ലെങ്കിൽ സംസ്കാരവുമായിട്ടും പൈതൃകമായിട്ടും ഒക്കെ നന്നായിട്ട് ഉം. ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിഹാസങ്ങളെ കുറിച്ചറിയാം, ഉം. വേദങ്ങളെ കുറിച്ചറിയാം, അതെ. ഉപനിഷത്തുകളെ കുറിച്ചറിയാം, ഉം. പുരാണങ്ങളെ കുറിച്ചറിയാം. എല്ലാത്തിനെ കുറിച്ച് അവർക്ക് സജീവമായിട്ട് നല്ല രീതിയിലുള്ള അറിവുണ്ടായിരുന്നു. ആ അറിവ് നമ്മുടെ പുതുതലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പഴയ തലമുറ ശ്രമിക്കുമ്പോൾ തിരക്കിന്റെ കാര്യം പറഞ്ഞ് പുതുതലമുറ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ പുതുതലമുറയിലേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കടന്നു വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഉം. ആ ആവശ്യകത നന്നായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം ഒരു പരിവർത്തനത്തിന് വിധേയമാവുകയുള്ളൂ. ശരി. അതെ. ഇപ്പൊ നമ്മള് നമ്മുടെ ഈ പൊതുസമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ ശരിക്കും ഈ ധാർഷ്ട്യവും കാപട്യവും ഉള്ളവരെയൊക്കെ ഒന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല.